ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ സ്വാദിഷ്ടമായ കോളിഫ്ലവർ 65 ആണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് നമുക്ക് കോളിഫ്ലവർ 65 നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഓടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാനൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. ഇത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുള്ളിൽ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവാം, പുഴുണ്ടാവാം. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ ശരിക്കും വൃത്തിക്ക് ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാനിവിടെ ഒരു തവയിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഈ കോളിഫ്ലവർ അതിലിട്ട് ഒന്ന് കോരിയെടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ട് അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. ശരിക്കും മുങ്ങാൻ പാകത്തിനൊന്ന് എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ആ സമയം നമുക്ക് ഇതിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് സോയാ സോസ്, 1/2 സ്പൂൺ സോയാ സോസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിന് പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. കട്ട കെട്ടാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ ഭംഗിയാക്കി ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഈ ബാറ്ററിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു തവയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് വെളിച്ചെണ്ണ. അതിലേക്ക് നമുക്ക് ഈ കോളിഫ്ലവർ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒന്നിനൊന്നും മുട്ടാതെ തന്നെ ഇട്ട് കൊടുക്കുക. അതല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് പോവും. എന്നിട്ട് ഇടയ്ക്കൊന്ന് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ല ഫുൾ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ. പെട്ടെന്ന് നമുക്ക് മൊരിഞ്ഞ് കിട്ടും. ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റവ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും. ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ 65 കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടിയും റെഡിയാക്കിയെടുക്കാം. ഇത് വളരെ സ്വാദിഷ്ടമായ രീതിയിലാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത ഈ അവസരത്തിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള നമ്മുടെ കോളിഫ്ലവർ 65 ഒക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇതിലേക്ക് ഞാനൊരു വേപ്പിലിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതിന് മേലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ കോളിഫ്ലവർ 65 തയ്യാറായി കഴിഞ്ഞു. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.